ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡു ഉണ്ടാക്കാം ഇന്ന്. അപ്പോഴേ നമ്മളിതുപോലൊന്നും ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ഇരിക്കുകയും ചെയ്യും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കുകയും ചെയ്യാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ സ്പൂണിന് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിയൊക്കെ നെയ്ക്കകത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോഴേക്കും കപ്പലണ്ടി അതിൽ നിന്ന് മാറ്റാം. ഇതിനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കപ്പലണ്ടി എടുത്ത് അതേ കപ്പിൽ തന്നെ നമുക്ക് 1 കപ്പ് സീഡ്സ് എടുക്കാം. ഇത് സീഡ്സുകളെല്ലാം കൂടെ മിക്സ് ചെയ്തത് ഒന്നിച്ച് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഈ സീഡ്സിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. സീഡ്സുകളൊക്കെ മൂത്ത് വരുമ്പം ചെറുതായിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങും. അപ്പോഴേക്കും നമുക്ക് അതും കപ്പലണ്ടിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. സീഡ്സൊക്കെ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ആ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യിലേക്ക് കപ്പലണ്ടി എടുത്ത് അതേ കപ്പിന് തന്നെ 1 കപ്പ് കറുത്ത എള്ളിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ കഴുകി അരിച്ച് ഉണക്കി വെച്ചിരുന്നതാണ് ഈ എള്ള്. ഈ എള്ള് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച ശേഷം കപ്പലണ്ടിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഈന്തപ്പഴമാണ്. ഞാനൊരു 15 ഈന്തപ്പഴം കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഈന്തപ്പഴമൊക്കെ ചൂടായത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെയും സീഡ്സിൻ്റെയൊക്കെ ചൂടൊന്ന് പോകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്തിന് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് പാനിയാക്കി എടുക്കാം. ശർക്കര പാനിയാക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര അതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോഴേ നമ്മുടെ ശർക്കര വെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേ നമുക്കതിലേക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ശർക്കര വെള്ളമൊക്കെ ഒരു നൂൽ പരുവാകുന്നിടം വരെ ഇളക്കി കൊടുക്കാം. അപ്പോഴേ നമ്മൾ ശർക്കര വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കപ്പലണ്ടിയൊക്കെ നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ലേ, അതൊക്കെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. സീഡ്സും കപ്പലണ്ടി എള്ളും എല്ലാം കൂടെ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈന്തപ്പഴം കൂടെ അരച്ചെടുക്കാം. അപ്പോഴേ നമ്മുടെ സീഡ്സുകളെല്ലാം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴം അരച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്കും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം റെഡിയായി വന്നപ്പോഴേക്കും നമ്മുടെ ശർക്കര വെള്ളം പാനിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ 1 നൂൽ പരുവാകുമ്പോൾ നമുക്ക് കുറേശ്ശെയായി പൊടികളിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അരച്ച് വെച്ചേക്കുന്ന ഈന്തപ്പഴം കൂടി ഇട്ട് ഇളക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് തണുത്ത് വരട്ടെ. ഒരുപാടങ്ങ് തണുത്ത് പോകരുത്. നമുക്ക് കൈയിട്ട് ഇളക്കാവുന്ന ചൂടോടെ കൂടി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മുടെ ലഡുവിൻ്റെ മിക്സൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാം. ലഡു ഉണ്ടാക്കാനായിട്ട് കയ്യിലേക്ക് 1 തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് 2 കൈയിലും മൊത്തത്തിലൊന്ന് പുരട്ടിയതിന് ശേഷം മാവ് കുറേശ്ശെയായി എടുത്ത് ഉരുളകളാക്കി എടുക്കാം. ഉരുളകളാക്കി എടുത്ത ലഡുവിനെ ഞാൻ അരിപ്പൊടിയിലാണ് മുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ്. പക്ഷേ നമ്മൾ പൊടിച്ചെടുക്കുന്ന നട്ട്സുകളെല്ലാം കൂടെ പൊടിച്ചെടുക്കത്തില്ലേ, ആ പൊടി ഇച്ചിരി മാറ്റി വെച്ചിരുന്നാൽ ഏറ്റവും നല്ല അതാണ്. പക്ഷേ ഞാൻ അപ്പോഴേ എടുത്തു വെക്കാൻ മറന്നു പോയതുകൊണ്ട് ഇത് ഞാൻ ഇച്ചിരി അരിപ്പൊടി വറുത്തതെടുത്ത് അതിലേക്ക് മുക്കി വെക്കുവാണ്. അപ്പോൾ ഇത് ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ലഡു എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.